പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ VBG റാംജി നിയമത്തെയും തൊഴിൽ നിയമങ്ങളെയും പ്രകീർത്തിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി വിഷയം ഉന്നയിച്ച് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനിടെ പ്രതിപക്ഷം ബഹളം വെച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിക്കും. പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. പരമ്പരാഗത രീതിയിൽ ഘോഷയാത്രയായി രാഷ്ട്രപതി ഭവനിൽ നിന്നും പാർലമെന്റിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇരുസഭകളുടെ അധ്യക്ഷന്മാരും ചേർന്ന് സ്വീകരിച്ചു. ചെങ്കോലുമായി ലോക്സഭാ ചേംബറിലേക്ക് രാഷ്ട്രപതിയെ ആനയിച്ചു. തുടർന്ന് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. आप सभी संसद सदस्यों को बधाई देती हूं कि इस पूर्ण अवसर पर संसद में विशेष चर्चा का आयोजन किया गया है. കഴിഞ്ഞ 11 വർഷത്തെ NDA സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ രാഷ്ട്രപതി ഗ്രാമീണ മേഖലയിൽ തൊഴിലും വികസനവും എത്തിക്കാനാണ് VBG റാംജി നിയമം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞതോടെ പ്രതിപക്ഷ നിരയിൽ നിന്നും ബഹളമുയർന്നു. ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്നതായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗം. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ച ഫെബ്രുവരി 2 മുതൽ 4 വരെ നടക്കും. ഏപ്രിൽ 2 വരെ 2 ഘട്ടങ്ങളിലായാണ് ബജറ്റ് സമ്മേളനം നടക്കുക. ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി 1 അവതരിപ്പിക്കും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർച്ചയായി 9ാം തവണ അവതരിപ്പിക്കുന്ന ബജറ്റാണ് ഇത്തവണത്തേത്. ചരിത്രത്തിലാദ്യമായി ബജറ്റ് അവതരണം ഞായറാഴ്ച നടക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.